ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും ആകാംക്ഷപൂർവ്വം നോക്കിയിരുന്നില്ലേ ഔതക്കുട്ടിച്ചായന്റെ വരവ്. അതേതായാലും നാളെ തന്നെയാണ് കേട്ടോ. ഔതക്കുട്ടിച്ചായൻ എത്തുകയാണ്. ഏതായാലും പൗലോസും ബൈജു ഒക്കെ ചേർന്ന് പറ്റുന്നതിലും അധികം കൊതിയും നുണയും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ ഔതക്കുട്ടി ചായനോട്. അപ്പൊ അതുകൊണ്ടാണ് കൊതി നുണയെ മാത്രമല്ല സത്യം തന്നെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്നാലും അതിൽ കുറച്ച് പൊടിക്കലും തൊങ്ങലും ഒക്കെ വെച്ച് പറയാന്ന് കേട്ടിട്ട് അപ്പൊ അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അനുസരിച്ചാണ് ഫോണൊക്കെ വിളിച്ച് നമ്മുടെ സ്റ്റാൻലിയോട് വിവരം ചോദിക്കുന്നത്. സ്റ്റാൻലി പറഞ്ഞു, ഏതേ ഞാൻ പറഞ്ഞു എന്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞു. അതിനിപ്പം പ്രശ്നം എന്താ ഇരിക്കുന്നത്? അവൾ എന്റെ മകളല്ലേ? അല്ല, ഇനിയിപ്പം ഞാൻ അവളെ എന്റെ മകളല്ല എന്ന് പറയുവാണെങ്കിൽ അവളെ ഇവിടെ വേറെ എന്ത് രീതിയിൽ ഞാൻ നിർത്തും? അവളെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ആൾക്കാർ പല കള്ളക്കഥകളും നുണക്കഥകളും പറഞ്ഞുണ്ടാക്കത്തില്ലേ? ഇപ്പൊ തന്നെ കേട്ടില്ലേ, അറിഞ്ഞപ്പം തന്നെ വിളിച്ച് വിവരം പറയാൻ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവിടെ താമസിപ്പിക്കുമ്പോൾ അവൾ ആരാണ് എന്താണ് എന്ന് ആരും ആരും ചോദിക്കും. എന്നിട്ട് അതിനൊരു ആൻസർ കിട്ടിയില്ലെങ്കിൽ പല പേരുകൾ അതിന് പറഞ്ഞുണ്ടാക്കും. അതിന് എനിക്ക് പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മകളാണ് എന്ന സത്യം തന്നെ പറഞ്ഞത്. പിന്നെ അതൊന്നും ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല. അവള് 10-23 വർഷം വരെ അനാഥാലയത്തിൽ കഴിഞ്ഞ പെൺകുട്ടിയല്ലേ. ഇനിയെങ്കിലും അവക്ക് നീതി കിട്ടണ്ടേ? അവൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനും അച്ഛന്റെയും അമ്മയുടെയും സ്നേഹമൊക്കെ കിട്ടാനുള്ള അവകാശമില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. അവള് ഇനി എന്നും ഇവിടെ തുടർന്ന് നിൽക്കുകയും ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും ഔതക്കുട്ടിച്ചായ എന്തേ നിന്റെ ഈ തോന്നിവാസ വർത്താനം നിർത്തിക്കണം കേട്ടോ ലാലിച്ച. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നീ ഫോൺ കട്ട് ചെയ്യും. ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം, അല്ലാതെ നിന്നോട് ഫോണിലൂടെ സംസാരിച്ച് എനിക്ക് തലയ്ക്ക് വട്ടുപിടിക്കും. വെച്ചിട്ട് പോടാ ഫോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔതക്കുട്ടി ഫോണ് കട്ട് ചെയ്തു. ഏതായാലും ഇതേ സമയത്ത് നമ്മുടെ അലീന അവിടെ ഇങ്ങനെ ഓരോന്നും ഒക്കെ ഇങ്ങനെ നോക്കി പറക്കിയൊക്കെ നടക്കുകയാണ്. പട്ടികളുടെ കൊടുത്ത് കുറെ നേരം സ്പെൻഡ് ചെയ്ത് സമയം കളഞ്ഞു. അപ്പൊ ഇങ്ങനെ നേരെ നമ്മുടെ അലീന ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും ലാലിച്ചൻ, അതായത് നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്ത് ചെന്നു. അലീനയുടെ അടുത്ത് ചെന്നിട്ട് അലീന എന്തെടുക്കാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് പിന്നെ ഞാൻ വെറുതെ ഇതിലേക്കൂടെ നടന്ന് ഇതൊക്കെ ഒന്ന് കാണുമായിരുന്നു, ചുമ്മാ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സമയം പോകുന്നില്ലല്ലേ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏയ് ഇല്ല, ഇവിടെ ഒട്ടും സമയം പോകുന്നില്ല. എന്താണെന്നറിയത്തില്ല, ഞാൻ അവിടെ ജോലിയൊക്കെ ചെയ്ത് സമയം പോകുമായിരുന്നു. ഇവിടെ ഇപ്പം ജോലി ചെയ്യാനും വേറെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് സമയം പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല നീയേ ബാലചന്ദ്രൻ ഇവിടെ വന്നപ്പോഴത്തേക്കും നിന്നെ കൊണ്ടാക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഒരു 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 മിനിറ്റിൽ ഒരു 3-4-5 തവണയെങ്കിലും അച്ഛ 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 എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് നീ എന്നെ പപ്പയെന്ന് വിളിക്കാത്തത് എന്താണ്? അങ്ങനെ പപ്പയെന്ന് വിളിക്കാൻ നിനക്ക് എന്താണ് മടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. അലീന പപ്പേ എന്നൊന്നും വിളിക്കുന്നില്ലല്ലോ. പപ്പേ ആ ഒരു നമ്മുടെ ബാലചന്ദ്രനുമായിട്ടുള്ള അത്രയും ഒരു അറ്റാച്ച്മെന്റും അത്രയ്ക്കൊരു ഇത് വരുന്നില്ല, ഒരു കോൺസെൻട്രേഷൻ ഒന്നും ഇവര് തമ്മിൽ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ അങ്ങനെ വിളിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ലല്ലോ. അത് മാത്രമല്ല ബാലചന്ദ്രൻ ഒരുപാട് വ്യത്യാസമുണ്ട് ബാലചന്ദ്രന്. ഈ പറയുന്ന ബാലചന്ദ്രനെ അല്ലേ അറിയത്തുള്ളൂ. എന്റെ അച്ഛനായിട്ടുള്ള ബാലചന്ദ്രൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്റെ അച്ഛൻ എന്നോട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം എന്നുള്ള രീതിയിൽ. അപ്പം നീ ഇപ്പോഴും എന്നെ പപ്പ എന്ന് വിളിക്കില്ല എന്നാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അല്ല, എനിക്ക് പപ്പ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഞാൻ പപ്പ എന്ന് വിളിക്കുമ്പം അത് പപ്പായ്ക്ക് അസ്വസ്ഥത ഉളവാക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു പപ്പ എന്ന് വിളിക്കാനും അമ്മ എന്ന് വിളിക്കാനും ഒക്കെ ഒരുപാട് കൊതിച്ചവളാ ഞാൻ. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പുറകെ നടക്കുമ്പോൾ പപ്പാന്നും മമ്മീന്നും അച്ഛാന്നും അമ്മയെന്നും ഒക്കെ വിളിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അനാഥ മന്ദിരത്തിൽ വളർന്ന എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പപ്പേനെ പപ്പ എന്ന് വിളിക്കാൻ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിളിച്ചോളാം. പപ്പായ്ക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഞാൻ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഒരച്ഛനും മോളും തമ്മിൽ കാണുന്ന ഒരു ഇതല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. ഈ സ്റ്റാൻലി ജോസഫും ബാലചന്ദ്രനും തമ്മിൽ ഒരുപാട് മാറ്റമല്ല, ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഒരു സ്നേഹവും അതുപോലെ ദയയും കാരുണ്യവും അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു സ്റ്റാൻലി ഉണ്ടായിരുന്നു. ആ സ്റ്റാൻലി മരിച്ചു പോയിട്ടും ഈ പറയുന്ന 10-23 വർഷമായി. അതേ പിന്നെയാണ് സ്നേഹവും അതുപോലെ തന്നെ മനസാക്ഷിയും മനസ്സും മരവിച്ചു പോകുക പറയില്ലേ മോളെ, അതുപോലെ ആയി പോയത്. ഞാൻ ബാലചന്ദ്രനോട് പറഞ്ഞത് നീ ആ ഒരു സമയത്ത് കേട്ടോന്നറിയില്ല. ഇങ്ങോട്ടേക്ക് സ്നേഹം കിട്ടിക്കഴിഞ്ഞാല് ചിലപ്പം ആ ഒരു മരവിപ്പ് മാറാന്നതേ ഉള്ളായിരിക്കും. ഇങ്ങോട്ട് സ്നേഹം കിട്ടുവാണെങ്കിൽ
ഈ സ്റ്റാൻലിക്ക് ചിലപ്പോൾ മാറ്റം വന്നേക്കാന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ പപ്പ എന്ന് പപ്പ എന്ന് തന്നെ വിളിച്ചോണ്ടാണ് പറയുന്നത്. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ എനിക്ക് ആരെയും ദ്രോഹിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞങ്ങളുടെ ബ്രിജിത്താമ്മേനെ അറിയില്ലായിരിക്കും അല്ലേ പപ്പായ്ക്ക്. ഞങ്ങളെ ഈ കുഞ്ഞിലെ ഈ മലക്ക കുഞ്ഞുങ്ങളായിട്ട് കിടന്നപ്പോ തന്നെ ഞങ്ങളെ എടുത്ത് വളർത്തിയ ഒരു സ്ത്രീ ഉണ്ടല്ലോ, എനിക്ക് ദൈവത്തെ പോലെയാ. പപ്പയെക്കാളും അച്ഛനെക്കാളും ഒക്കെ ഉയർന്ന ഒരു തട്ടിലുള്ള ഒരു സ്ഥാനമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ ബ്രിജിത്താമ്മയ്ക്ക്. ആ ബ്രിജിത്താമ്മ ഞങ്ങളെ പഠിപ്പിച്ച ഓരോന്നുണ്ട്. അത് ആരെയും വെറുക്കാനോ ദ്രോഹിക്കാനോ ആരോടും സ്നേഹം കാണിക്കാതിരിക്കാനോ ഒന്നുമല്ല ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നമുക്കൊന്നും ഇല്ലെങ്കിലും, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ബ്രിജിത്താമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആരെയും എന്നെ ഇങ്ങോട്ടേക്ക് ദ്രോഹിച്ചെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ടേക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്വന്തം അമ്മയുടെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നോക്ക്, അമ്മയുടെ ആ ഒരു നോട്ടം, വാത്സല്യത്തോടെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി ചെന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് മുഴുവൻ അവഗണനകളാണ്. ഞാന് മനസ്സിൽ സങ്കല്പിച്ചു വെച്ച ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്തേ പപ്പായുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഒരു മകളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, ആദ്യമായിട്ട് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, കണ്ണുകൾ നിറയും, വാരി പുണരും എന്നൊക്കെ വിചാരിച്ച ഒരു സ്ഥാനത്ത് എനിക്ക് എന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഹലോ അലീന എന്നൊരു വാക്കാണ്. ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് അതൊന്നും അല്ലായിരുന്നു. അപ്പൊ അതൊക്കെ ആയിരിക്കാം, അച്ഛനെ എന്നല്ല പപ്പേനെ ഞാൻ കുറ്റം പറയുന്നില്ല, അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയായി തീർന്നത്. പപ്പേനെ ഞാൻ ഇനി മുതൽ പപ്പ എന്ന് തന്നെ വിളിക്കുള്ളൂ. പപ്പയുടെ സ്ഥാനം തന്നെയാണ് എനിക്ക്. ഞാൻ ഇത്രയും വർഷവും അനാഥാലയത്തിൽ വളർന്നെങ്കിലും എനിക്കിപ്പം അനാഥയാണെന്ന് ഒരു 23 വർഷം മുതൽ ഞാൻ ഇങ്ങോട്ട് അനാഥയാണെങ്കിലും ഇപ്പൊ എനിക്ക് ഇനിയാണെങ്കിലും എനിക്കൊരു കൊട്ടാരം കിട്ടി, അവിടെ ഒരു രാജകുമാരിയായിട്ട് വാഴാൻ പറ്റി, അത് തന്നെ എന്റെ ഭാഗ്യമാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും സ്റ്റാൻലി പറയുന്നുണ്ട്, നീ ഒരിക്കലും വിഷമിക്കരുത്, ദൈവം നിനക്ക് വൈകി തന്ന വസന്തമാണെന്ന് മാത്രം കരുതിയാൽ മതി. ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഈ സ്റ്റാൻലി ഒന്നും ചെയ്തിട്ടില്ല, അറിയാതെയാണ് ഇത്രയും നാള് ഇരുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ എന്നായിരുന്നോ ഞാൻ അറിഞ്ഞത് അന്നു മുതൽ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. നിനക്ക് ഒരിക്കലും ഈ ഒരു ഗതി വരില്ലായിരുന്നു, നീ ഒരിക്കലും അനാഥാലയത്തിൽ വളരില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ പോയി. ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് കളിച്ചിട്ടുണ്ട്. എന്നോട് നീ പൊറുക്കണം മോളെ എന്നുള്ള രീതിയിൽ പറയുമ്പോ, അയ്യോ ആ പപ്പ അങ്ങനെയൊന്നും പറയരുത്, പപ്പ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ചിലപ്പോൾ വേറെ ആരും ചെയ്യുന്ന കാര്യമല്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, അവർക്കൊക്കെ മുന്നിൽ എന്നെ വേറെ സർവന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ജോലിക്കാരി ആയിട്ടോ ഒന്നും അല്ലല്ലോ പപ്പ പരിചയപ്പെടുത്തിയത്. സ്വന്തം മകളായിട്ടല്ലേ. ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യമാണ് എനിക്ക് വേണ്ടത്? അതാ പറയുന്നത്, 23 വർഷം കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് എനിക്കിപ്പൊ കിട്ടിയത്. അതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. പപ്പ ഹാപ്പി ആണല്ലോ, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലചന്ദ്രനല്ല സ്റ്റാൻലിനെയും അലീന സമാധാനപ്പെടുത്തുന്നുണ്ട്. ഏതായാലും പപ്പ എന്നുള്ളൊരു വിളി, ആ വിളിക്കായി കാതോർത്തിരുന്ന നമ്മുടെ സ്റ്റാൻലിക്ക് പപ്പ എന്നുള്ളൊരു വിളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്റെ മോനും ഔതക്കുട്ടിച്ചായൻ ഇങ്ങ് വരികയാണ് കേട്ടോ. ഔതക്കുട്ടിച്ചായൻ ഒരു കറക്കമൊക്കെ കറക്കി, കാറും കൊണ്ട് ഒരു ഒറ്റ കറക്കമൊക്കെ കറക്കി നമ്മുടെ വലിയ ബംഗ്ലാവിന്റെ മുമ്പിൽ വന്ന് നിർത്തി. ആഹാ, ആരും ഇല്ലടാ ഇവിടെ, ആരടാ ഇവിടെ കൊണ്ട് ആരെയാടാ ഇവിടെ കൊണ്ട് ഒരുത്തിനെ താമസിപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇവിടെ ആരും ഇല്ലടാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ പൗലോസോ ബൈജുവോ അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പൗലോസ് പറയുന്നുണ്ട്, എന്റെ കുട്ടിച്ചായ ഒന്ന് പതുക്കെ സംസാരിക്ക്, ഇങ്ങനെ ആക്രോശിച്ച് ഇങ്ങോട്ട് വരാൻ മാത്രം എന്താ ഉണ്ടായിരിക്കുന്നത്? പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പെങ്കൊച്ച് ഇവിടെ താമസിക്കുന്നുണ്ട്, ഞങ്ങളാ പറഞ്ഞേക്കുന്നതെന്നൊന്നും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞപ്പോ, ആര് പറഞ്ഞാലും കേട്ടാലും എനിക്ക് ഒരു പിണ്ണാക്കും ഇല്ല, ഒന്നുമില്ല. ഇന്ന് അവളെ ഞാൻ ഇവിടെ ഇറക്കി വിടും. ഇന്ന് ഏതൊരുത്തിനെയാണോ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് അവളെ ഞാൻ ഇന്ന് ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ. അവളെ ഇന്ന് ഞാൻ പിടിച്ച് വെളി തള്ളാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഔതക്കുട്ടിച്ചായം കയറി ചെല്ലും. അപ്പൊ ഇതിനിടയിൽ സ്റ്റാൻലി അലീനോട് പറഞ്ഞു കൊടുത്തായിരുന്നു, ഇന്ന് എന്റെ അപ്പച്ചൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പം അലീന ചോദിച്ചു, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് പപ്പ എന്ന് ചോദിക്കുമ്പോൾ, നീ ഒന്നും ചെയ്യണ്ട, ചിലപ്പം അപ്പച്ചൻ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമായിരിക്കും, നീ ഒരു അക്ഷരം മിണ്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിലും ഞാൻ മിണ്ടുന്നില്ലല്ലോ, ഞാൻ പ്രതികരിക്കുന്നില്ലല്ലോ, എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു അർഹത അല്ലെങ്കിൽ അധികാരം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, നിനക്ക് പ്രതികരിക്കാനുള്ള അധികാരവും അർഹതയൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥയും മനസ്സിലാക്കണം. ഇങ്ങനെ പെട്ടെന്ന് ഒരു മോനൊരു പെണ്ണിനെ കൊണ്ടുവന്ന മകളാണെന്ന് പറയുമ്പോൾ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാകും. ഏതായാലും
സ്റ്റാൻലി പപ്പയുടെ അപ്പച്ചൻ ഇങ്ങോട്ട് വരട്ടെ, എന്റെ വല്യപ്പച്ചനല്ലേ അത്, ഇങ്ങോട്ട് വരട്ടെ, എനിക്കൊന്ന് കാണണം എന്റെ വല്യപ്പച്ചനെ. ഈ വല്യപ്പച്ചനൊക്കെ കാരണമായിരിക്കുമല്ലോ ഞാൻ അനാഥാലയത്തിൽ പോയത്, എനിക്കൊന്ന് ചോദിക്കണം എന്നുള്ള രീതിയിൽ അലീന ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി വന്ന് സ്റ്റാൻലി അകത്തേക്ക് കയറി വന്നപ്പോ ഒരു കൂസലും ഇല്ലാതെ അവിടെ ഒരു ഗ്ലാസ് ബെഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കയറി വന്നിട്ട്, എടാ എന്താടാ നീ ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നത്, ഞാൻ വന്നത് നീ കണ്ടില്ലേടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല എല്ലാ പ്രാവശ്യവും അപ്പച്ചൻ വരുന്ന പോലെ ഇങ്ങോട്ട് വന്നു, അത്ര വലിയ ഉള്ളൂ, ഈ വരവിന് വല്ല പ്രത്യേകതയുണ്ടോ? ഉണ്ടടാ, ഈ വരവിന് പ്രത്യേകത ഉണ്ടടാ. കാരണമേ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി നീ അങ്ങ് ഇറങ്ങിക്കോളും. എടാ, ഈ പ്രായമായ സമയത്ത് നീ എന്തിനാടാ ഇങ്ങനെ ഒരു മോളെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? കണ്ടത് ഏവിടിച്ചുകളെ കൂട്ടിക്കൊണ്ട് വരാനുള്ള സ്ഥലമാണോടാ ഇത്? അവള് നിന്റെ മകളാണെന്ന് എന്താടാ ഇത്ര ഉറപ്പിരിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കുവാടാ നീ എന്നൊക്കെ ചോദിച്ചങ്ങ് തുടങ്ങി. ഈ സമയത്ത് പൗലോസും ആന്റപ്പനും ബൈജും കൂടി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ആന്റപ്പൻ പറയുന്നുണ്ട്, ഇതിന്റെ എല്ലാം കാര്യം ഉണ്ടായിരുന്നോ പൗലോസേ? ഇതിപ്പോ നമ്മുടെ തലയെ വന്ന് വീഴുള്ളൂ. ഈ വിവരം നമ്മളല്ലാതെ വേറെ ആരോടും, നമ്മളായിരിക്കും പറയുന്നത്, വേറെ ആരും അല്ല ഇത് ഔതക്കുട്ടിച്ചായനോട് പറഞ്ഞതെന്ന് കേണൽ സാബിന് മനസ്സിലാകും. ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ, ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും, പിന്നെ ഇതെല്ലാം നോക്കി നിൽക്കാൻ പറ്റുമോ? ഇന്ന് അവള് പോണം, ഇന്ന് അവള് പോയില്ലേ ശരിയാവത്തില്ല. വന്ന ഉടനെ തന്നെ നമ്മളെ ഭരിക്കാൻ വേണ്ടിയല്ലേ അവള് നിന്നത്, അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കേണ്ട, അവളങ്ങ് പോട്ടെ. അവളിവിടെ നിന്നത് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും തിന്നു കുടിച്ചു പോകുന്നത് ഈ വീട് കൊണ്ടാ, എന്നിട്ട് അവൾ അതിലും കൂടെ കൈയിട്ട് വരാമെന്ന് എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പൗലോസും ബൈജും കൂടെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ചനൊന്ന് നിർത്ത്, അപ്പച്ചൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ 10-23 വർഷം അനാഥയായിട്ട് കഴിഞ്ഞതാ എന്റെ മോള്. ആ കൊച്ച് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ആശ്വാസം അല്ലെ, സമാധാനം. ആ കൊച്ചിന് ജീവിക്കാനുള്ളൊരു, ഈ ലോകത്ത് ജീവിക്കാനുള്ളൊരു അവകാശം ആ കൊച്ചിനില്ലേ? ഈ 23 വർഷം അനാഥയായിട്ട് ആ കുട്ടി ഇരിക്കാൻ കാരണക്കാരാണ് നമ്മള്. അപ്പൊ നമ്മളാണ് അവളെ വളർത്തേണ്ടതും, അതുപോലെ നമ്മളാണ് അവൾക്കൊരു സപ്പോർട്ട് കൊടുത്ത് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ കൂടുതൽ ഗുണമധികാരം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട, ഈ ഔതക്കുട്ടീനെ പഠിപ്പിക്കാൻ വരുന്നോ? നീ ഭയങ്കര അങ്ങോട്ടും വലിയ ആളായിരിക്കും, നീ കേണലായിരിക്കും, പട്ടാളമായിരിക്കും, നിനക്ക് ബീരങ്കി കാണും, അത് കാണും, ഇത് കാണും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ അങ്ങാണം തല പൊക്കി പിടിച്ചിട്ട് വർത്താനം പറയാൻ വന്നാ ഉണ്ടല്ലോ, അവളെ ഇന്ന് ഞാൻ ഇറക്കി വിടും. എവിടെയാ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അവളെ ഇങ്ങോട്ട് വലിച്ച് ഇറക്കിക്കുക പറയുന്നുണ്ട്. അത് പിന്നെ എന്റെ പൊന്നപ്പച്ച ഒന്ന് മിണ്ടാതിരിക്കെ, പറഞ്ഞല്ലോ സ്റ്റാൻലിയുടെ മകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ തുടർന്നും സ്റ്റാൻലി കാണും. ഈ സ്റ്റാൻലിക്ക് അതൊരു നാണക്കേടുള്ള കാര്യമല്ല. പിന്നെ അവൾ എന്റെ മകളാണെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ നാണക്കേടായിട്ടൊന്നും തോന്നുന്നില്ല. ഞാനാണല്ലോ അവൾക്ക് ജന്മം കൊടുക്കാൻ കാരണക്കാരൻ. അപ്പൊ പിന്നെ എന്തിനാ ഞാൻ അവളെ മാറ്റി നിർത്തേണ്ടത്? ഇത്രയും നാളും എല്ലാവരും കാരണം അവൾ കുറെ വേദന അനുഭവിച്ചു, അവള് അനാഥാലയത്തിൽ വളർന്നു. ഇനിയും അവളെ വേദനിപ്പിക്കാനേ ഈ ഈ സ്റ്റാൻലിയുടെ കൊക്കിന് ജീവനുണ്ടെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം, ലാലിച്ച ഇത് തീക്കളിയാ, നിന്റെ അനിയന്മാരും അതുപോലെ എൽസമ്മയുടെ ഒക്കെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കുരുപ്പ് പിടിച്ച സാധനങ്ങളാ എൽസമ്മയുടെ ആങ്ങളമാര്. അവന്മാർക്ക് എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക, പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് വലിയ പ്രശ്നമാകും, നാണക്കേടാകുന്ന് പറഞ്ഞപ്പം, എനിക്ക് എന്താണെങ്കിലും ഒരു ചുക്കും ഇല്ല ചുണ്ണാമ്പും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ. അലീനയാണെങ്കിൽ ശകലം പേടിച്ചു വിറച്ചൊക്കെ റൂമിൽ ഇരിപ്പുണ്ട്. ഔതക്കുട്ടിച്ചായന്റെ ഒച്ചയൊക്കെ കേട്ടപ്പോൾ വലിയ പേടിയായി പോയി കേട്ടോ. അറിയാലോ സ്റ്റാൻലി ഇങ്ങനെയാണെങ്കിൽ ഔതക്കുട്ടിച്ചായൻ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. സ്റ്റാൻലിനെ കണ്ടാലും എല്ലാവർക്കും പേടിയാവുമല്ലോ സംസാരം കേട്ടാൽ. അപ്പൊ പിന്നെ നമ്മുടെ ഔതക്കുട്ടി എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വല്ലാതെ ഇരിപ്പുണ്ട്. ഏതായാലും അലീനയെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മഞ്ഞുരുകുന്നത് പോലെ നമ്മുടെ ഔതക്കുട്ടിച്ചായനൊന്ന് ഉരുകും കേട്ടോ. കാരണം ഈ പറയുന്ന ചിന്നമ്മ, നമ്മുടെ സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ അതേ ഷേപ്പാണ് അലീനയ്ക്ക്. അപ്പൊ എങ്ങനെയാ മഞ്ഞുരുകാതിരിക്കുന്നത്? 10-12 കൊല്ലം മുമ്പ് ചത്തുപോയ തന്റെ ഭാര്യ, 10-12 കൊല്ലം അല്ല, 10-15 കൊല്ലമായി തോന്നുന്നു മരിച്ചു പോയിട്ട്. അപ്പം ചത്തുപോയ തന്റെ ഭാര്യ ജീവനോടെ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ മനസ്സാന്നേ ഒന്നും ഉരുകാത്തത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫുൾ വിശേഷം എന്ന് നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നും നമ്മൾ രാവിലെ ഒരു 8 മണിയോടുകൂടി ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് നമ്മൾ പ്രേമവിശേഷം ഇടുന്നുണ്ട്. പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. അപ്പൊ എല്ലാം കാണണേ പോയെ. ടാറ്റാ, ബൈ ബൈ.